ഹലോ ഗായ്സ്, അബിജ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബി. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പാക്കിംഗ് ആണ്. പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ കോഴിക്കോട് പോവുകയാണ്. അപ്പോൾ കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ടുള്ള പാക്കിംഗ് ആണ്. ആകെ 3 ദിവസമേ ഉള്ളൂ. 30 തീയതി നാളെ അങ്ങ് പോയിട്ട് 1-ാം തീയതി അവിടെ ഫുള്ള് കോഴിക്കോട് കാണും. പിന്നെ 2-ാം തീയതിയാണ് തിരിച്ച് വരുന്നത്. 30, 2 ഈ ദിവസങ്ങളിലാണ് ഞാൻ വരുന്നത്. എന്തായാലും അപ്പോൾ അവിടെയൊക്കെയാണ്. അപ്പോൾ പാക്കിംഗ് എല്ലാം ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നാളെ രാവിലെ 9:15 ട്രെയിൻ കേട്ടോ. നമ്മളെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ. അപ്പോൾ രാവിലെ ഞാൻ മാത്രമല്ല, ചേച്ചിയും അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊരു കല്യാണത്തിന് പോവുകയാണ്. ഞാൻ കല്യാണത്തിന് പോകാനുള്ള ആ വഴി ഇങ്ങനെ മിഠായി തെരുവ്, അങ്ങനെ കോഴിക്കോട് സ്ഥലങ്ങളൊക്കെ ഒന്ന് അടിച്ച് കറങ്ങി. പിന്നെ നമ്മളെ സ്ഥിരം കണ്ടൻ്റ് ഡാൻസും, കോഴിക്കോട് കുറച്ച് പുതിയ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഡാൻസ് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഒറ്റ ബാഗ് എടുത്തോളൂ, വേറെ വലിയ സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഗൈസ്, അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ നാളെ രാവിലെയാണ് പോകാനുള്ളത്. അപ്പോൾ രാവിലെ 9:15 തോന്നുന്നു ട്രെയിൻ. അപ്പോൾ നേരത്തെ എല്ലാം പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് എഴുതിയുണ്ട്. ഞാൻ എല്ലാം നേരത്തെ അങ്ങ് പാക്ക് ചെയ്ത് വെച്ചു സുഹൃത്തുക്കളെ. അപ്പോൾ നാളെ രാവിലെ കാണാം. ഓക്കെ. അപ്പം നേരെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെത്തി. 9:15 നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ചേച്ചിയും പിള്ളേരും ചേച്ചിയുടെ അമ്മ എല്ലാവരും ഉണ്ട്. അവർ വേറെ ബോഗിലാണ്. ഈ ബോഗിലാണ് നമ്മൾ ഇരിക്കാനുള്ളത്. പിന്നെ നേരെ വിൻഡോ സൈഡ് സീറ്റ് കയറിയിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടങ്ങ് ഇരിക്കുകയായിരുന്നു. പിള്ളേർ അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു. പിള്ളേർ ഒരേ ബഹളവും അതുങ്ങൾക്ക് വിൻഡോ സൈഡിൽ ഇരിക്കണമെന്നും പറഞ്ഞ് പിന്നെ ഞാൻ തന്നെ കയറി ഇരുന്ന് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ബോറായിട്ട് വന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് ഇരുന്ന് എഡിറ്റിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഫയലൊക്കെ എടുത്ത് ലാപ്ടോപ്പിലോട്ട് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചെയ്ത് എനിക്ക് തന്നെ വട്ടായി. ഞാൻ വരുതാ വെളിയിലൊക്കെ നോക്കി നൈസിനായിരുന്നിരുന്ന് ഞാൻ കിടന്നങ്ങ് ഒറ്റ ഉറക്കം, വാഴ വെട്ടിയിട്ടളക്ക് ഞാൻ കിടന്നങ്ങ് ഒരു ഉറക്കമായിരുന്നു. അയ്യോ, എനിക്ക് വിശക്കുന്നു. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയത്. അങ്ങനെ ചക്ക വെട്ടിയിട്ടണക്ക് കിടന്നു. അങ്ങനെ ഇരിക്കുന്ന സമയമായപ്പോൾ തന്നെ ഞാൻ നല്ല സുഖം ഉറക്കമായിരുന്നു കേട്ടോ. എൻ്റെ അമ്മോ, എനിക്ക് തന്നെ അറിഞ്ഞോളൂ. പക്ഷേ അമ്മാതിരി ഉറക്കപ്പിച്ചായിരുന്നു. ചേച്ചി എങ്ങനെ ഇതല്ല, ചേച്ചി വീഡിയോ എടുക്കുന്നത് കേട്ടോ. ചേച്ചി എങ്ങനെ എടുക്കാമെന്ന് നല്ല ഉറക്കമായിരുന്നു. പിന്നെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു. അയ്യോ, ട്രെയിനിലെ ഫുഡൊക്കെ അറിയാമല്ലേ. ബിരിയാണി അരി കൊള്ളായിരുന്നു, പക്ഷേ ചിക്കൻ കറി പോരായിരുന്നു. സാമ്പാറിൻ്റെ കറിയിൽ ചിക്കൻ വേവിച്ചിട്ടണൊക്കെ ആയപ്പോൾ പിന്നെ നേരെ നമ്മൾ എന്ത് ചെയ്യാൻ, കിട്ടിയതില്ലേ കഴിച്ച പച്ചോളം കഴിഞ്ഞ് ആയിരുന്നാലും വെട്ടി വീണി. എന്തായാലും ആഹാരമല്ലേ, വാശ അയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ല ചൗക്കാനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. മുഖത്തൊന്നും കാണിക്കണില്ലെങ്കിലും നല്ല നൈസിനെ ഫുഡ് അടിച്ച് കഴിച്ചിക്കൊണ്ടിരിക്കണം. ഞാൻ അങ്ങനെ കഴിഞ്ഞപ്പോൾ തന്നെ കോഴിക്കോട് എത്തി. അഭികുമാർ എവിടെ എത്തി? നമ്മൾ കോഴിക്കോട് കോഴിക്കോടെത്തി. ഇനിയിപ്പോൾ എൻ്റെ റൂം കണ്ടുപിടിക്കണം. ക്ഷീണമുണ്ട്, പോയി കിടന്ന് ഉറങ്ങണം. ഗൈസ്, അപ്പോൾ ഞാൻ ട്രെയിൻ കഴിഞ്ഞിറങ്ങി. ഇനി നേരെ എൻ്റെ റൂമിലോട്ട് ഞാൻ പോവുകയും എൻ്റെ ഹോട്ടലിൽ ഇവിടെ നിന്ന് 200 കിലോമീറ്റർ അടുപ്പിച്ചെന്താണ് എൻ്റെ റൂം. അതാ ഇവിടെ നിന്ന് ഇങ്ങനെ നെടുന്നീളം നടക്കുകയാണ്. ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ഭയങ്കര പാടായിരുന്നു. എല്ലാവരും ഞാൻ മിക്കവാറും അഴുവി പുഴുക്കും കേട്ടോ. ഒറ്റയ്ക്കാണെന്ന് ഫോണിൽ സംസാരിക്കണം വന്നപ്പോഴേ അതൊക്കെ എന്നെ ഇങ്ങനെ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ അഴുവി പുഴുത്തോണ്ടിരിക്കുന്ന ഗൈസ്. അപ്പം ഇനി ഈ ഒറ്റയ്ക്ക് വ്ളോഗ് എടുക്കണ പാട് എനിക്ക് അറിയാം ഗൈസ്. ഞാൻ ഇവിടെയാണ് റൂം എടുത്തേക്കുന്നത്. ഒരു വിഷയം റൂം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. എ സി ആണ്, ഭാഗ്യം. ചൂടെടുത്ത് ചായയൊക്കെ ഇഷ്ടം പോലെ ഇട്ട് കുടിക്കാം. 2 ദിവസത്തേക്കേ ഉള്ളൂ. വളരെ ചായയൊക്കെ ഇട്ട് കുടിക്കാം. ബാത്റൂമൊക്കെ പക്ക ഗൈസ്, സെറ്റ്. റൂമല്ല അടിപൊളി റൂമാ. ഞാൻ വന്ന് വിശാലമായിട്ടൊന്ന് കിടക്കണം ഗൈസ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ ട്രിവാൻഡ്രം സെറ്റാണ്. വ്ളോഗൊക്കെ എടുത്ത് നമുക്ക് അവിടെ ഉള്ള ആൾക്കാരെങ്കിലും അറിയാമല്ലോ. ഇവിടെ എങ്ങനെ വ്ളോഗ് എടുത്തപ്പോൾ കുറച്ചൊക്കെ അറിയാമെന്നുള്ള ആൾക്കാരാണ്. നോക്കി ചിരിച്ചിട്ടൊക്കെ പോയി ഗൈസ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നിന്നിട്ട് വൈകിട്ടൊന്ന് റൗണ്ട് അടിച്ച് ഇറങ്ങണം. ഓക്കെ, അപ്പം ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഇനി ഇറങ്ങാം. ഓക്കെ, ബൈ.
ഫ്രഷായി റൂമിൽ നിന്ന് ഇറങ്ങി ഞാനിനി മുട്ടായി തെരുവിലോട്ട് പോവുകയാണ്. അപ്പം മുട്ടായി തെരുവിലോട്ട് പോയിട്ട് കാണിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഈ കോഴിക്കോടൊക്കെ പറഞ്ഞത്. ഞാൻ കൊച്ചിലേക്ക് കേട്ടിട്ടുണ്ട് ഇങ്ങനെ കോഴിക്കോട് അതൊക്കെ. അപ്പം ഞാനിപ്പോൾ മുട്ടായി തെരുവിലോട്ട് പോവുകയാണ്. അപ്പോൾ പണ്ട് കാലങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടൊക്കെ ഉള്ളൂ മുട്ടായി തെരുവ് എന്നൊക്കെ. അപ്പോൾ ഞാൻ നേരെ ഇനി മുട്ടായി തെരുവിലോട്ട് പോയിട്ട് വരാം. ഓക്കെ, ഈ കാണുന്നതാണ് മുട്ടായി തെരുവ് കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ കണ്ടോ, കണ്ടിട്ടുള്ളവർ കണ്ടോ, കുഴപ്പമില്ല. ഇതാണ് മുട്ടായി തെരുവ്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ടൈം ഇതാണ് മുട്ടായി തെരുവിലോട്ട് ഞാൻ പോകുന്നത്. അപ്പം മുട്ടായി തെരുവിലോട്ട് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഈ ഇത്രയും ഭാഗമുള്ളത്. പക്ഷേ പൊന്നെ ഈ ഇവിടെ തൊട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യണം മുട്ടായി തെരുവ്. എൻ്റെ പൊന്നെ നടന്ന് ഞാൻ ഇവിടെ നിന്ന് ഞാൻ ഇത്രയും നടക്കും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇരുന്ന് നടന്നു പോയി. സൈഡിൽ മൊത്തം കടകളും അലുവ അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാ കടയിൽ ആവശ്യമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. വിലയും കുറവാണെന്ന് തോന്നുന്നു. വിലയൊന്നും കേട്ടില്ല. അവർ നമ്മൾ ആകർഷിക്കും. അവർ ഓരോ സാധനങ്ങളെ വിളിച്ച് വിൽക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വൻ ഫണ്ണായിട്ടൊക്കെ തോന്നും. അതാരങ്ങനെ എത്തി നോക്കണത്? പാർട്ടി ഗൈസ്, മുട്ടായി തെരുവ് വന്നതിന് ശേഷം എനിക്ക് 2 സ്ട്രേഞ്ചേഴ്സിനെ കിട്ടി. നമ്മൾ ഡാൻസ് കണ്ടന്റൊക്കെ എടുത്ത്. എങ്ങനെ ഉണ്ടായിരുന്നു? ഈ കൊച്ചു കളിച്ചില്ല. ഈ കൊച്ചു കളിച്ചില്ല. ഈ കൊച്ചാണ് ഡാൻസ് ചെയ്തത്. ബാക്കി പറ. അല്ലെങ്കിൽ ഇപ്പൊ ഡാൻസ് കളിച്ചല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസിന്റെ? പക്ഷെ അത് കഴിഞ്ഞ ദിവസം കൊച്ചു മതി കീ കൊടുത്തിട്ട് പാവയെ പോലെ ആയിരുന്നല്ലേ? കട്ട ത്രില്ലായിരുന്നല്ലേ? എടാ പേരെങ്ങനെയായിരുന്നു? ഡോണ, സോന. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യണം? പഠിക്കണല്ലേ? എവിടാ? എന്തോന്ന്? ഇക്ര ഹോസ്പിറ്റലിൽ വരാണ് ഇക്ര എന്ന്. ഓക്കെ, ശരി. ഇല്ല, ജോലി ചെയ്യണല്ലോ, കുഴപ്പമില്ല. ഓക്കെ, ഈ പിള്ളേരെ ഞാൻ ഡാൻസ് എടുത്ത് നല്ല സെറ്റ് ആയിരുന്നു കേട്ടോ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇനി? ഇതിനു മുമ്പ് ഏതെങ്കിലും സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? കോഴിക്കോട് വന്ന് മുട്ടായി തെരുവിൽ ആദ്യം കിട്ടിയ പിള്ളേരാണ് അല്ലേ? ഓക്കെ ഗൈസ്, ഈ പിള്ളേരായിരുന്നു ഇന്ന് ഡാൻസ് കിട്ടിയത്. എന്നെ ഡാൻസ് കളിച്ച് മുടിപ്പിച്ചിട്ട് എൻ്റെ ജ്യൂസ് വാങ്ങിച്ച് കുടിക്കുന്ന 2 യുവാക്കളെ കണ്ടത്. അവസാനം എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ എത്തിയത് നമ്മളെ കോഴിക്കോട് ബീച്ചിലാണ്. നല്ല എന്ത് വൈബായിരുന്നു അറിയാം. വൈകുന്നേരം വന്ന ആ ബീച്ചിലിരിക്കാൻ വേണ്ടിയിട്ട് നേരെ ഭയങ്കര ആൾക്കാരും ഉണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഐ ലവ് കോഴിക്കോട് ബീച്ച് ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. ബീച്ചൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. നമ്മളവിടുത്തെ കണക്കൊന്നും കേട്ടോ. പക്ഷെ ഭയങ്കര നല്ല വിജലംബിച്ച് കിടക്കുന്നു ബീച്ചൊക്കെ നല്ല വിജലംബിച്ച് കിടക്കുന്നു. ഉണ്ടല്ലോ ഗായ്സ്, ഇഷ്ടംപോലെ കട. അതായത് നമ്മളെ കടപ്പുറത്താണ് കട ഫുള്ളും. ആ സൈഡ് ഫുള്ളും കടകളാണ്. നമുക്ക് എന്ത് സാധനം വേണോ വാങ്ങിച്ചു കഴിക്കാം. അവിടെ കഴിക്കാൻ വരെ നല്ല തിരക്കാണ്. ഇവിടെ ഫുൾ ഫുഡ് സ്ട്രീറ്റ് പോലെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലായിടത്തും ഫുഡ് തന്നെ. അങ്ങനെയാണ്. പിന്നെ നടന്ന് കുറച്ച് ദൂരമൊക്കെ എത്തിയപ്പോൾ തന്നെ നല്ല രസമായിരുന്നു. അവിടെ നല്ല ലൈറ്റിങ്, ആൾക്കാർ വന്നിരിക്കണതും. കുറേ പേരൊക്കെ വെള്ളത്തിൽ കടലിൽ കുളിയൊക്കെ ആയിരുന്നു. അവിടെ ഉടുപ്പൊക്കെ ഊരി എറിഞ്ഞിട്ട് പോയി കുളിക്കാനൊക്കെ പോവായിരുന്നു. പിന്നെ ഞാൻ നടന്ന് പോയി ഒരു കട്ടൻ ചായയും കുടിച്ച് പിന്നെ റെസ്റ്റ് അടിച്ച് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന്. അതായത് ഡാൻസൊക്കെ എടുത്ത് കഴിഞ്ഞ് തളർന്ന് വന്നിരിക്കണം. പിന്നെ ഒരു കട്ടനൊക്കെ കുടിച്ചിരുന്നപ്പോഴാണ് എനിക്ക് അവിടെ മറ്റേ കാടമുട്ട കണ്ടിഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അത് ഒരു സെറ്റും മേടിച്ചു. 60 രൂപയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല മുളക് പൊടിയൊക്കെ ഇട്ട് പെരട്ടി എടുത്ത കാടമുട്ട. എന്തൊരു ടേസ്റ്റായിരുന്നു ഈ കാടമുട്ട കഴിക്കാൻ. ഇതിനൊക്കെ ഇറങ്ങി 2 കണ്ടന്റ് കിട്ടി കേട്ടോ. കുറേ പയ്യന്മാരായിരുന്നു. മരയൊക്കെ പിടിച്ച് ഡാൻസ് കളിപ്പിച്ച് പിന്നെ അറിയാനുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ 2 ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇവിടെ റഹ്മത്ത് ഹോട്ടലിലാണ് ഗൈസ്. നല്ല വിശപ്പോട്ടാ. ഉച്ചയ്ക്ക് കഴിച്ചാണ്. ഉച്ചയ്ക്ക് ട്രെയിനിൽ നിന്ന് ഒരു ബിരിയാണി കഴിച്ചു. ഒരു വായിക്കുള്ളൂല്ലോ പുള്ളി. പിന്നെ നേരെ ബിരിയാണി കഴിക്കാൻ പോകണം. അപ്പോൾ നേരെ ഹോട്ടലിലോട്ട് പോകാൻ ഒട്ടും വയ്യ. ഡാൻസ് ടേക്കടത്തിൻ്റെ ഊപ്പാടം വന്നു. അപ്പോൾ ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോകുന്നു.
ഫുഡ് കഴിച്ചിട്ട് നേരെ ഇന്ന് റൂമിൽ പോയി കിടന്നൊരു ഉറക്കം. പിന്നെ രാവിലെ നാളെ ഇറങ്ങണം. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ റഹ്മത്തിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. സംഭവം അവിടെ ഡൈനിങ്ങിന് നല്ല തിരക്ക്, ഫാമിലിയായിട്ട് ഇരുത്തോളം. ഞാൻ ഉച്ചയ്ക്ക് കയറി ചെന്നപ്പോൾ ഇരുത്തൂലെന്ന് പറഞ്ഞു. അങ്ങനെ പാഴ്സൽ മേടിച്ചുകൊണ്ട് പോവുകയാണ്. എന്തോ പൊരിച്ച കോഴി ചോറ് അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ ഇനി റൂമിൽ ചെന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു. റൂം എവിടെയാണെന്ന് എനിക്കറിയാം, റോഡ് എവിടെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൽ തപ്പണം. ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. അത് കാണാൻ മുട്ടായി തെരുവ് കേട്ടോ. വീണ്ടും മുട്ടായി തെരുവിൻ്റെ അവിടെ എത്തി. അടച്ചേക്കാണ് ഗൈസ്. പിന്നെ റൂമിലെത്തി നല്ല ഫുഡ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കഴിക്കണം. ബിരിയാണിയാണ് മേടിച്ചോണ്ട്. റഹ്മത്തിലെ ചിക്കൻ റോസ്റ്റ് ബിരിയാണി 215 രൂപയാണ്. അവിടെ കഴിക്കാൻ ഡൈനിങ് ഇല്ല, ഭയങ്കര തിരക്ക്. എൻ്റെ പൊന്നി, രാത്രി 11:11 മണി എത്ര? 10:30 ടൈമായപ്പോഴും നല്ല തിരക്ക് കേട്ടോ. ഞാൻ പോയി അവിടെ നിന്ന് ഡൈനിങ്ങിൽ ഇരിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ പുള്ളി പറഞ്ഞ് ഇരിക്കാൻ പറ്റത്തില്ല, ഫാമിലിക്ക് ഇരുത്തോളാം, സിംഗിൾ ഇരുത്തൂല എന്നപ്പോൾ സിംഗിൾ സീറ്റില്ല. പിന്നെ ഞാൻ കഴിക്കാതെ ഞാൻ ഇറങ്ങി പാഴ്സൽ മേടിച്ചുകൊണ്ട് ഞാൻ റൂമിലെത്തി. ഇനി ഒന്ന് ഫ്രഷ് ആവണം. കണ്ടൻറ്റ് 2 കിട്ടി കേട്ടോ. ഇന്ന് മൊത്തം 13 കണ്ടൻറ്റ് ഞാൻ ഇന്നത്തെ ദിവസം, അതായത് വൈകുന്നേരം 4 മണി തൊട്ട് ഈ 10:30 വരെ 13 കണ്ടൻറ്റ് ഞാൻ എടുത്തതിൽ 8 ഫ്ലോപ്പ്. അല്ല 8 അല്ലല്ലേ 11 ഫ്ലോപ്പ്. ആ 11 ഫ്ലോപ്പും ബാക്കി 2 കിട്ടി. 2 കണ്ടൻറ്റ് എടുത്ത്. പിന്നെ അറിയാന്നുള്ള കുറേ പിള്ളേരുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്ത്. പിന്നെ ആദ്യം മുട്ടായി തെരുവിൽ കണ്ടൻറ്റ് എടുത്തത്. ആ കൊച്ചും പിള്ളേർ ഭയങ്കര സെറ്റായിരുന്നു കേട്ടോ. പിള്ളേർ ആ കൊച്ചാണ് ഒരു വ്യക്തി ഡാൻസ് കളിക്കില്ല. അങ്ങനെ കണ്ടൻറ്റ് എടുത്ത് അവളെ സെറ്റ് ചെയ്ത് എടുത്ത്. ലാസ്റ്റ് നമ്മളങ്ങനെ കളിക്കാതെ ആരെയും വിടൂലല്ലോ. നമ്മളെ പരിപാടി എന്താണ്? അറിഞ്ഞൂടാത്ത ആൾക്കാരെ കളിപ്പിച്ചെടുക്കണം. അതാണ് നമ്മളെ പരിപാടി അല്ലേ. അങ്ങനെ അതിനെ പഠിപ്പിച്ചെടുത്ത് പിന്നെ നേരെ കോഴിക്കോട് ബീച്ചിൽ വന്നതിന് ശേഷം കുറേ പയ്യന്മാർ ഇരുന്നു. അവന്മാരെയും പഠിപ്പിച്ചെടുത്തു. അവന്മാർ പെട്ടെന്ന് പഠിച്ചെടുത്തു. പയ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തുള്ളൂ. ഇപ്പം പിന്നെ ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു. എൻ്റെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നല്ല ആൾ കയറി. ഗൈസ്, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഫുഡൊക്കെ കഴിക്കാൻ നല്ല കുളിച്ച് ഫ്രഷ് ആയിട്ട് തന്നെ. ഓക്കെ, കുളിച്ച് ഫ്രഷായി ഇനി നാളെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് പൊട്ടിച്ചെടുക്കാം നമുക്കിനി. ആദ്യം വരുന്നത് സലാഡ്, അച്ചാറ്, ഇതാണ് നമ്മുടെ ബിരിയാണി. ഓക്കെ, ബിരിയാണി. നമുക്കിത് പാക്കറ്റ് പൊട്ടിച്ച് നോക്കട്ടെ എങ്ങനെയാണ്. തുറന്നപ്പോൾ എൻ്റെ അമ്മോ ഗായ്സ്, തുറന്നപ്പോൾ ഉണ്ടല്ലോ വിഷയം മണം. ആ ബിരിയാണിയിലേക്ക് ഒരു മണം ഉണ്ടല്ലോ എൻ്റെ പൊന്നെ. മണം ഇതാണ് കേട്ടോ ബിരിയാണി. കുറച്ചെടുക്കാം. എടുത്ത് ഞാൻ കഴിച്ചില്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആകും. കുറച്ചെടുക്കാം. റൈസ് ഉണ്ടല്ലോ. ബിരിയാണി എന്ന് പറഞ്ഞാൽ വേറെ റേഞ്ചാണ് കേട്ടോ. സ്പൂണൊന്നുമില്ല, വേറെ ഒന്നും വിചാരിക്കില്ലേ. സൈഡിൽ വയ്ക്കാം. കുറച്ച് റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇതും പക്ഷേ ചിക്കൻ പീസും ആദ്യം വെച്ചൊന്ന് കഴിച്ചു നോക്കട്ടെ. എനിക്കെന്നതാ വെള്ളം വേണം. കഴിച്ചു നോക്കട്ടെ. പോളി സാധനം. ചിക്കൻ പീസിൻ്റെ വേവും ഉച്ചയ്ക്ക് ഉണ്ടല്ലോ. ട്രെയിനിൽ നിന്ന് ബിരിയാണി കഴിച്ചോ? ഒരു വായിക്ക് കൊള്ളൂല. ചോറിന് ബിരിയാണിയിൽ അരി കൊള്ളാം, തെച്ച കൊള്ളൂല. സാമ്പാർ കറിയിൽ ചിക്കൻ അരിഞ്ഞിട്ട് കഴിച്ചാണ് ഇരിക്കുന്നത്. ഇത് പുണ്യം കഴിച്ചിട്ടാ. ഫുഡെല്ലാം കഴിച്ച് ഇനിയേ ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മൾ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട ഗൈസ്. അതായത് കോഴിക്കോട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ജില്ലയിൽ വന്നത്. എറണാകുളത്ത് വന്നു, കോഴിക്കോടായി. ഇനി ബാക്കി 14 ജില്ലയില്ല, ഇനി 12 ജില്ലയും കൂടെ ബാക്കി കറങ്ങണമെന്നുണ്ട് ഭയങ്കര ആഗ്രഹം. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കോഴിക്കോട്. നല്ല ആൾക്കാരാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പയ്യന്മാരെല്ലാം നല്ല വൈബ്. ഇങ്ങോട്ട് വന്നൊക്കെ മിണ്ടും, അറിയാവുന്നവരൊക്കെ ഇങ്ങോട്ടൊക്കെ വന്ന് മിണ്ടും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ മുട്ടായി തെരുവൊക്കെ അടിപൊളിയായി കേട്ടോ.
പിന്നെ ബീച്ചിൽ പോയി, ബീച്ച് അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷേ മുട്ടായി തെരുവ് കാണുമ്പോൾ നമ്മൾ ചാലക്കകത്ത് വന്നൊരു ഫീലാണ്. നമ്മൾ തിരുവനന്തപുരം ചാലക്കകത്ത് ആ ഒരു നടപ്പാതെ ഇപ്പോൾ 2 സൈഡും കടയും. പക്ഷേ ഇവിടെ ഭയങ്കര വൈബ്. പയ്യന്മാരൊക്കെ മറ്റേ ഷർട്ടും ബാഗ് എല്ലാം വിൽക്കുന്ന സൗണ്ടുകളൊക്കെ അടിപൊളിയായിരുന്നു. കൊള്ളാം, ഇഷ്ടപ്പെട്ട്. കോഴിക്കോട് നൈറ്റാണ് എനിക്ക് ഇപ്പോൾ ഇന്ന് വന്ന് നൈറ്റാണ് ഫുള്ള് കണ്ടത് കോഴിക്കോട്. ഇനി പകലും കൂടെ ഒന്ന് കാണണം, പകലും ഒന്നുകൂടെ ഒന്ന് അടിച്ച് കറങ്ങി ഒന്ന് കാണണം കോഴിക്കോട്. ഗായ്സ്, അപ്പം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.